മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം അതേസമയം കൃത്യമായിട്ടുള്ളൊരു സാമൂഹ്യ ജീവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല താനും. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ, വ്യക്തി താല്പര്യങ്ങളും സമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങളും തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻ പലപ്പോഴും നമ്മളങ്ങനെ ഉണ്ടായി വരലുണ്ട്. അപ്പോൾ ഈ ചെറിയ സമൂഹങ്ങൾ, അതായത് വേട്ടയാടി നടന്നിരുന്ന, നായാടി നടന്നിരുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ട്, അത് അഗ്രികൾച്ചറിൻ്റെ വരവോട് കൂടിയിട്ട് ആ സമൂഹം ഗ്രൂപ്പുകൾ വലുതായി വരികയും പിന്നെ രാജ്യങ്ങൾ ഇങ്ങനെ വലിയ സമൂഹങ്ങളായി വരികയും, അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഉള്ളിൽ സഹവർത്തിത്വം അല്ലെങ്കിൽ പെരുമാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ അനുസരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സംവിധാനം അനുസരിച്ച് സമൂഹം ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യരെ വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു പരിശീലനത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് സ്വതന്ത്രരായി നടന്നിരുന്ന മനുഷ്യരെ പ്രജകളാക്കാൻ വേണ്ടി വളരെ റിഗറസ് ആയിട്ടുള്ള പരിശീലനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആളുകൾ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രജ എന്നുള്ളൊരു മനോഭാവം തന്നെയാണ് ഇപ്പോഴും, അല്ലെങ്കിൽ പ്രജ എന്നുള്ളതിൽ നിന്നുള്ളൊരു മോചനം, അല്ലെങ്കിൽ ഒരു പൗരനായി പൗരനായി തീരുക എന്നുള്ളിടത്ത് അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവുക, ഉത്തരവാദിത്തങ്ങൾ എടുക്കുക, അവൻ്റെ കടമകൾ ചെയ്യുക എന്നുള്ളൊരിതിൽ അങ്ങനെ മുഴുവനായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഈ പ്രജ എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ട മനുഷ്യരെ പൗരരാക്കി മാറ്റിയെടുക്കാനായിട്ട് വളരെ കൃത്യമായ പരിശീലനം, ചിട്ടയായ പരിശീലനം വേണ്ടതുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ലാക്ക് ചെയ്യണം, എങ്ങനെയാണ് അത് സാധ്യമാവുക? അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളായാലും ശരി, അല്ലെങ്കിൽ സ്കൂളിംഗ്, അല്ലെങ്കിൽ മതങ്ങൾ, ഇതൊക്കെ ഈ പ്രജ എന്നുള്ള ഒരു അവസ്ഥേനെ തന്നെ ചൂഷണം ചെയ്ത് അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ശരിക്കും ഐഡിയലായി എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ എങ്ങനെ വേണം എന്ന് നമ്മൾ കാണുമ്പോൾ ഒരാളെ ഉപയോഗിക്കുന്ന സമൂഹമല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഓരോ ആളും അവരവരുടേതായ സവിശേഷ കഴിവുകൾ, ഗ്രേറ്റർ ഗുഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, എല്ലാവർക്കും ഗുണപരമായി ഉപയോഗിക്കുമ്പോൾ അവർക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്രദമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഐഡിയലായിട്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഉള്ളത്. പക്ഷേ ഇത് വളരെയധികം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തുകയും അവരെവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ അവരുടെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിർണീതമായി പോയിട്ടുള്ള, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, ഇപ്പോൾ ജാതി സമൂഹങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അവർ ജനിക്കുന്നതിന് മുമ്പേ അവരുടെ ആ വിഭാഗത്തിൻ്റെ മുകളിൽ എഴുതപ്പെട്ടു പോയിരിക്കുന്ന നിലവാരത്തിലായിരുന്നു കാര്യങ്ങൾ നിന്നിരുന്നത്. അങ്ങനെയായിരുന്നു സിസ്റ്റംസ് എല്ലാം തട്ടായിട്ടുള്ള സമൂഹത്തിനകത്തെ യുക്തികളിനകത്ത് കൃത്യമായി നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് നിർണീതമായ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ഥലത്തിൽ സ്വഭാവ രൂപീകരണം ചെയ്തെടുക്കുന്നതിനായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നമ്മൾ നടത്തിയിരുന്ന എല്ലാ എക്സർസൈസസും. അതുകൊണ്ട് പിന്നെ ഇയാളിപ്പോൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വേണം എന്ന് നമ്മൾ എന്തായിത്തീരണം, എന്താകണം സമൂഹം എന്ന് നമ്മൾ പറയുന്നത് ആ ദിശയിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അതിനാലൊരു ജനായത്ത സംവിധാനത്തിനകത്ത് ഒരു കുഞ്ഞെന്താണോ, ജനിക്കുന്ന ഒരു കുഞ്ഞ് അതിലെന്താണോ നിഹിതമായിരിക്കുന്നത്, കഴിഞ്ഞാൽ ഒരു വിത്ത് പോലാണ് ഒരു കുഞ്ഞിനെ നമുക്കറിയേണ്ടത്. അതിന് ഒരു ജനിതകമായ ഒരു രൂപീകരണമുണ്ട്. ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ചേരുന്ന ചില കാര്യങ്ങളുമല്ല. അവരിൽ എന്താണോ ഉള്ളത് എന്ന് തിരിച്ചറിയുന്നതാണ് സമൂഹം ചെയ്യേണ്ടതെന്നും അത് പരിപോഷിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അതിനകത്ത് എന്താണോ ഉള്ളത് അത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് ഐഡിയലായിട്ട് നമുക്ക് പറയാം. അതങ്ങനെ പറഞ്ഞു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടേക്കാണ് നമ്മൾ എത്തിച്ചേരാനായിട്ടാണ് നമ്മൾ ഇപ്പം ചെയ്യുന്ന പലതരത്തിലെ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരു ദിശയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓരോ ആളും അവരവരായി മാറി അവരവരുടെ സാധ്യതകൾ അനാവരണം ചെയ്യുന്ന, എന്നുവെച്ചാൽ ഒരാളിലുള്ള സാധ്യതകൾ ഒരു പൂ വിരിയുന്നത് പോലെ പുഷ്പിക്കുന്നതിന് വേണ്ടിയാണ്, എന്നിട്ട് എല്ലാവർക്കും പ്രയോജനപ്രദമായി മാറുന്നതായിട്ട് ആണ് നമ്മൾ എൻവിസേജ് ചെയ്യും. നമ്മൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് കാണേണ്ടത്.
അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ള പ്രാക്ടിക്കലാണോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും പരിഷ്കരിക്കാനും മെച്ചപ്പെടാനുള്ള സാധ്യത എപ്പോഴും നിൽക്കും. അവിടേക്ക് നമ്മൾ വിരൽ ചൂണ്ടിയാൽ കഴിഞ്ഞാൽ ദിശ അതാണ്. ഓരോ ആളും അവരുടെ സാധ്യതകൾ ഏറ്റവും നന്നായി ഏറ്റവും മെച്ചമായ രീതിയിൽ വിവൃതമാക്കുക, ശരിക്കും പറഞ്ഞാൽ ഉള്ളത് അനാവരണം ചെയ്യുക എന്ന് പറയുന്ന നിലവാരത്തിലാണ് നമ്മളിത് കാണേണ്ടത്. ആ കാണുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പണ്ടേ ആൾക്കാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെന്ന് പറയുന്നത് പഴയകാല തട്ട് സമൂഹത്തിൻ്റെ ഉള്ള ആവശ്യങ്ങളാണ് പലപ്പോഴും ആൾക്കാർ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മളിത് എൻവിസേജ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഒരു സമൂഹത്തിന് കഴിയാതിരിക്കുന്ന തരത്തിൽ സാമ്പത്തികമായി നമ്മൾ പുറകിൽ നിൽക്കുന്നുണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആധിപത്യ സമൂഹങ്ങൾ നമ്മുടെ മുകളിലേക്ക് തുറച്ചു നോക്കി നമ്മളെ പീഡിപ്പിക്കുന്ന നിലവാരത്തിൽ നിൽക്കുന്നുണ്ടാകും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് അറിയേണ്ടതുണ്ട് എന്താണ് നമ്മളിപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരാളിലെ സാധ്യത അയാൾക്കും മറ്റുള്ളവർക്കും ഒരേപോലെ പ്രയോജനപ്രദമാക്കി മാറ്റുന്നതാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ എന്തായാലും നിർണ്ണയിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പല പ്രായത്തിലുള്ള കുട്ടികളാണ് എപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ നമ്മൾ തലമുറ എന്ന വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. തലമുറ എന്ന് പറയുമ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആളുകൾ എപ്പോഴും സമൂഹത്തിൽ എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മളെപ്പോഴും തലമുറയെ പറ്റി പറയും, ഈ തലമുറ അടുത്ത തലമുറ എന്ന്. ഞാനൊരു 15 അല്ലെങ്കിൽ 20 വയസ്സാണ് നമ്മൾ പണ്ട് തലമുറയെ പറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഈ 20 വയസ്സ് കൂടുമ്പം വീണ്ടും ഓരോ തലമുറ ഉണ്ടാവുകയല്ലോ ചെയ്യുന്നത്. 20 കൊല്ലം കൂടുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ. അപ്പോൾ വലിയ പാടാണ്. ഇപ്പോൾ മില്ലീനിയം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ട് 2000-ന് ശേഷം ജനിച്ചവരെന്ന് പറയുമ്പോൾ 999 ഡിസംബർ 30-ന് ജനിച്ച ആൾ 2000-ന് അപ്പുറത്തായി പോകുന്ന പോലുള്ള ചില സങ്കല്പങ്ങൾ കൊണ്ടാണ്. കുറേ തിയറീസ് തന്നെയുണ്ട് ഇപ്പോൾ ഈ തരത്തിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. അതാ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നതൊക്കെ ഇതുപോലെ ആർബിട്രറി ആയിട്ടുള്ള കൺസെപ്റ്റ്സിനകത്തുണ്ടാക്കിയെടുത്തിട്ടുള്ള തിയറികളാണ് അതെല്ലാം. അങ്ങനത്തെ ഇഷ്ടംപോലെ സൈക്കോളജിക്കലായിട്ട് ഇഷ്ടംപോലെ കാറ്റഗറീസ് മനുഷ്യരുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനല്ലാതെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാകേണ്ടതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു ഗോത്രത്തിനകത്ത് കഴിഞ്ഞിരുന്ന ആ ഒരു ഗോത്രത്തിൻ്റെ ഭാഷ മാത്രം അറിയേണ്ട ആവശ്യം മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് നമ്മളിന്ന് ഇത്രയും വലിയ പ്രോസസ്സുകൾ പല തട്ടിലുള്ള ആളുകളെ ഒന്നിപ്പിച്ച് കൊണ്ടുവരുന്ന, അത് ബലപ്രയോഗത്തിലാണ് കൊണ്ടുവന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ കൊണ്ടുവന്നവരെ പലതരത്തിൽ ഇന്ന് നമുക്ക് എക്യുപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയധികം സാധ്യതകൾ ലോകത്ത് വന്നു കഴിയും. സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് തന്നെ പലതരത്തിൽ നമുക്കിന്ന് വിദ്യാസമ്പന്നരാക്കാനായിട്ട് അവരിലുള്ള കഴിവുകൾ തേച്ച് മിനുക്കി പുറത്തെടുക്കുക എന്ന് പറയുന്നതും അകത്തേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതും കൂടുതൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതും നമുക്ക് ഒരേ സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരാളിലുള്ള കഴിവുകളെ തേച്ച് മിനുക്കുക മാത്രമല്ല, എത്രയധികം ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുന്നത് വഴി ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിലാണ് ഒരാളുടെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇത് കാരണം കൊണ്ട് തന്നെ ഒരു ഭാഷ സംസാരിച്ചിരുന്നു. നമ്മൾ പണ്ട് മാതൃഭാഷ എന്നായിരുന്നു പറയുന്നത്. മാതൃഭാഷയിലെല്ലാം പഠിച്ചാൽ ഏറ്റവും, അപ്പോൾ ഞാനൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെല്ലാം അങ്ങനെയായിരുന്നു മനസ്സിലാക്കുന്നത്. മാതൃഭാഷയുണ്ടെന്നും ആ മാതൃഭാഷയിൽ കേട്ടാൽ എല്ലാം മനസ്സിലാക്കുമെന്നും മാതൃഭാഷയ്ക്ക് വേണ്ടി മരിക്കണമെന്ന് വരെ പഠിക്കുന്ന തരത്തിൽ ഒരു കഥകളും അങ്ങനെ എല്ലാം എഴുതുകയും പറയുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് ശാസ്ത്രീയമായ നമ്മുടെ അറിവ് വികസിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 10 വയസ്സിനകത്ത് ഏത് ഭാഷയും ആരും പഠിക്കും. അതും 2, 3, 4, 5 ഭാഷ പഠിക്കാനായിട്ട് സത്യത്തിൽ മനുഷ്യർക്ക് കഴിയും. അപ്പോൾ ആ നിലവാരത്തിൽ ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ട് ഒരു അതിരുബോധം രൂപപ്പെടുന്നതിനേക്കാളും മെച്ചമാണ്. പല ഭാഷ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഷ എന്ന് പറയുന്ന ഒരു ചെറിയ അതിരിനകത്ത് ഒരു ബോധരൂപീകരണം വരാതിരിക്കാനും കൂടെ സഹായിക്കുന്ന നിലവാരത്തിലാണ്. അല്ല, ഇതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മളന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാഷ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭാഷകൾ ഈ യൂണിവേഴ്സൽ ഗ്രാമർ എന്നൊക്കെ അല്ല, യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്ന് ഇതുവരെ തെളിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നോം ചോംസ്കിയുടെ ഒരു കൺസെപ്റ്റ് അത് ഫോളോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഭാഷ നന്നായി പഠിക്കുകയാണെങ്കിൽ
ബാക്കി ഭാഷകൾ പഠിക്കാൻ അത് കൂടുതൽ സഹായകരമാണ്. അല്ല, ഇത് പറയുമ്പോഴും ബാക്കി ഭാഷ പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇത് 10 വയസ്സിനകത്ത് ചെയ്യുമ്പോഴാണ് എളുപ്പമാകുന്നത്. അതെ, അത് കാരണം പക്ഷേ ഭാഷ, അത് ഒരു ഭാഷ നന്നായി പഠിക്കുക എന്ന് പറയുന്നത് നന്നായി തന്നെയാണ് പഠിക്കുന്നത്, കേട്ടാ പഠിക്കേണ്ടത്. കേട്ട് ഭാഷ പഠിക്കാത്തത് കൊണ്ടാണ് ഈ ഭാഷ പഠിക്കാൻ പിൽക്കാലത്ത് പ്രശ്നമായിട്ട് ഇയാളിപ്പോൾ പറയുന്നത്. അതാണ് ഉണ്ടായത്. കാരണം ഈ കുട്ടികളെ കേരളത്തിലുള്ള കുട്ടികളെ മലയാളം പഠിപ്പിക്കാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി ചേർക്കുകയും അവിടെ ഇംഗ്ലീഷ് പഠിക്കുകയും, അതാണ് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനുമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷ കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഭാഷ. എഴുതാനും വായിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷരത എന്നാണ് അറിയേണ്ടത്, ലിറ്ററസിയാണ്. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് റൂമിനകത്ത് ഈ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നതാണ് ഭാഷ പഠിപ്പിക്കുന്നതാണ് തെറ്റിദ്ധരിക്കുന്നത്. മാതൃഭാഷയായി മാറുന്നത് കേട്ട് പഠിച്ച ഭാഷയാണ്. ഇപ്പോൾ 3 വയസ്സുള്ള കുഞ്ഞ് മലയാളത്തിൽ സംസാരിക്കുന്നത്, അതിന് ഗ്രാമറൊന്നും പഠിക്കേണ്ട. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്ന് തോന്നിപ്പോകുന്ന സ്ഥലം വരുന്നത്. പലതരത്തിലെ ഗ്രാമറുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഭാഷ കേട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ പഠിക്കാൻ പറ്റും എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ ഈ ആരും സഹായമൊന്നും ഇല്ലാതെ തന്നെ ഈ നഗരങ്ങളിലുള്ള കോളനികളിൽ കഴിയുന്ന കുട്ടികൾ 3-4 ഭാഷ പറയുന്നുണ്ട്, ഈസി ആയിട്ട് സംസാരിക്കും. ആ ഈസി ആയിട്ട് സംസാരിക്കുന്നത് കേട്ട് പഠിക്കുന്നുണ്ട്. അവർക്ക് എഴുതാനും വായിക്കാനും പറഞ്ഞൂടാ. എഴുതാനും വായിക്കാനും പഠിക്കുന്നതല്ല ഭാഷ പഠിത്തം എന്ന് നമ്മൾ ഇതിൽ ഇപ്പോൾ പേഴ്സണലായിട്ട് അനുഭവം വെച്ചാൽ ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ എനിക്ക് വാക്കുകൾ ഉണ്ടാവുന്നത് വായിച്ചിട്ടാണ്, സംസാരിച്ചിട്ടല്ല. അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഭാഷ കേൾക്കണം എന്ന് ഞാൻ ഈ പറയുന്നത്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഭാഷ കേട്ട് വളരണം. ആ ഭാഷ കേട്ട് വളരുന്നത് ഇപ്പോൾ ഒരു കോളനിയിൽ താമസിക്കുന്നവർക്ക് പലവർ അവിടെ വന്ന് താമസിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടക്കാനൊക്കുന്ന അന്തരീക്ഷമുള്ള ഒരു കോളനിക്ക് അകത്ത് മാത്രമാണ് വ്യത്യസ്തമായ ഭാഷ പറയുന്നവരായിട്ട് ആ കുട്ടികൾ മാറുന്നത്. പക്ഷേ ഇത് കോൺഷ്യസ് ആക്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യകാലത്തെ ഒരു 10-15-16 വർഷം സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ് റൂം എന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഐഡിയലായി പറയുന്ന കാര്യങ്ങളാണ്. എത്രത്തോളം കഴിയും ഇന്ന് സത്യത്തിൽ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ വലിയ ഒരു സ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈനക്കാർ തന്നെ ഇവരോട് സംസാരിക്കാൻ പറ്റും നേരിട്ട്. കാരണം നമ്മൾ എംപ്ലോയ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം സൂം മീറ്റിംഗ് നടത്തുന്നത് പോലെ ഇവർക്ക് അവിടെ മുന്നേ വെച്ചിരിക്കുന്ന ഓരോ വസ്തുവും അവർ പറഞ്ഞു തുടങ്ങി കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഭാഷ എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിൽ തൊട്ട് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ആൾ അവിടെ ഇരുന്നത് ഓരോന്ന് സാധനം അവിടെ ഇരിക്കുന്ന മുറിക്കകത്തിരിക്കുന്ന അവർക്ക് കാണാം. നമുക്ക് ഇവരെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് എംപ്ലോയ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒരു മിനിമം ഒരു 4-5 ഭാഷ ഒരു കുഞ്ഞ് പഠിക്കണം. ആ കുഞ്ഞിനോട് അത് പഠിക്കണമെന്ന് ഞാൻ അതിനോട് പറയുകയൊന്നും വേണ്ട ഇങ്ങനെ പഠിക്കാനൊന്നും. കുഞ്ഞുങ്ങളെ ആ സമയത്ത് ഒരു 3 വയസ്സാകുമ്പോൾ ഒരു ഭാഷ എന്തായാലും വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കും. ആ കിട്ടിയിരിക്കുന്ന കുഞ്ഞിനെ ക്ലാസ് റൂമിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നേരിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന നമ്മൾ ഒരാളെ പഠിപ്പിക്കാൻ എംപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വേറെ പണിയൊന്നുമില്ല. അവരാ കുഞ്ഞുങ്ങളോട് അവിടെ ഉള്ള കുഞ്ഞുങ്ങളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് അവരുടെ ഭാഷ തന്നെ അവർ തന്നെ പറയുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ പഠിച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മളൊരു ഭാഷ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ഭാഷ നമ്മുടെ മാതൃഭാഷയാണെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഭാഷയ്ക്കകത്ത് പിന്നെ അതിൻ്റെ ചൊവ വരും. ആ ചൊവയ്ക്കാണ് നമ്മൾ ആക്സെൻ്റ് എന്ന് പറയുന്നത്. ആ ആക്സെൻ്റ് ഉണ്ടാകാതെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രദേശത്തുള്ള ആൾക്കാർ ഒരു ഭാഷ അവരുടെ മാതൃഭാഷയായിട്ടിരിക്കുന്നവർ അവിടെ നമ്മളോട് സംസാരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇതൊരു 10 വയസ്സിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 4 ഭാഷ തൊട്ട് 5 ഭാഷ നമുക്ക് അതിപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു മറ്റൊരു ഭാഷ പഠിക്കുക, നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു ഭാഷ പഠിക്കുക. അപ്പോൾ നമുക്ക് തമിഴ് പഠിക്കുക. തമിഴ് മലയാളത്തിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വാക്കുകൾ അതിൻ്റെ സോഴ്സായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് തമിഴും കൂടെ പഠിച്ചാൽ മലയാളം കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദേശീയ ഭാഷ എന്നുള്ള നിലവാരത്തിൽ ഹിന്ദി വന്നിരിക്കുന്ന കാരണം കൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ആ ഒരു ഭാഷ പഠിക്കുക. അതേപോലെ തന്നെ പുറത്തോട്ട് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾറെഡി നമ്മൾ കോളനൈസ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുക.
അതേ സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ചൈനീസ് ഭാഷയാണ്. അവരാണെന്നുണ്ടെങ്കിൽ ലോകവ്യാപകമായി ഇത് അടുത്ത ഒരു എന്താ പറയേണ്ട ഒരു സാമൂഹിക ഇൻവേഷൻ നടക്കാനുള്ള സാധ്യത അവരുടെ രാജ്യത്തു നിന്നാണ്. ഒരു കൾച്ചറലായിട്ട് എല്ലായിടത്തേക്കും എല്ലാ കാര്യങ്ങളും വരാൻ സാധ്യതയുള്ളൂ ചൈനീസ് ഭാഷ പഠിക്കാവുന്നതാണ്. ഇത് അപ്പം നമുക്ക് ആകെപ്പാടെ സത്യത്തിൽ ഒരു ഇംഗ്ലീഷുകാരനെയും ഒരു ചൈനക്കാരനെയും കൂടെ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയ 4-5 ഭാഷയിൽ അവരോട് കുഞ്ഞുങ്ങളോട് അവർ സംസാരിക്കുക എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസം. നമ്മൾ വേറെ കാര്യങ്ങളൊന്നുമല്ല ഈ കുട്ടിക്കാലത്ത് 10 വയസ്സിനകത്ത് പല ഭാഷയിൽ ആ ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് നടന്നും എടുത്തും പഠിക്കുക എന്ന് പറയുന്ന നിലവാരത്തിൽ ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ നമ്മൾ പഠിച്ച് ചൈനീസ് ഭാഷ പഠിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൂടാ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴീ ഒരു പ്രാദേശിക മനോഭാവം രൂപപ്പെടാതെ ഒരു സാർവത്രിക ലോകത്തിൻ്റേതായിട്ടുള്ള അന്യരായിട്ട് കാണുന്ന ആ ഭാവം തന്നെ ഈ ആളുകളിൽ കുറയ്ക്കാൻ നമുക്ക് പറ്റും. നമ്മളുടെ ഈ അതിർബോധത്തെ കുറച്ചും കൂടി വിശാലമാക്കാൻ പറ്റും. അതാണ് ഭാഷാ പഠനം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ ഒരു പ്രദേശത്തെ ക്ലാസ് റൂം നമ്മൾ പറയുമ്പം ക്ലാസ് റൂം സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കൂളെന്ന് പറയുന്നത് ഫാക്ടറിക്ക് പകരം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഫാക്ടറിയിലേക്ക് ആളുകളെ ജോലിക്കാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിലുള്ള ക്ലാസ് റൂം തന്നെ നമുക്ക് ആവശ്യമില്ല. കാരണം കുട്ടികളെ ഇങ്ങനെ ഷട്ടിലടിച്ച് വണ്ടിക്കകത്ത് കയറ്റി ഒരു സ്കൂളിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഈ ഫാക്ടറിയിൽ കൊണ്ടുപോകുന്ന ഇതിനു വേണ്ടി മാത്രമുള്ളതാണ് ആ ട്രെയിനിങ് മുഴുവനും. ഇതൊന്നുമേ അല്ല നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒന്നിച്ച് കൂടുന്ന ഒരിടം. ആ ഒരു ഇടം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 50 പേരൊക്കെ ഉള്ള ഒരു സ്ഥലം മതി. 50 പേരുള്ള ക്ലാസ് റൂം തന്നെ വേണ്ട. ശരിക്കും പറഞ്ഞാൽ 30-നും 20-നും അകത്തൊക്കെ തന്നെ മതി. കുട്ടികൾക്ക് കളിക്കാനും കൂട്ടുകൂടാനും പറ്റുന്നത്, അവർ സോഷ്യലൈസ് ചെയ്യാനാണ് അവിടെ പോകുന്നതെന്നുള്ള നിലവാരത്തിൽ നമുക്കറിയുകയും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടാൻ പറ്റുന്ന ഒരു ടീമായിട്ട് പോകാൻ പറ്റുന്ന അവരിടയിൽ തന്നെ ഈ പറയുന്ന 5 പേര് 10 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും. ഇതിനകത്ത് പ്രായം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പല പ്രായത്തിലാണ്. പ്രായമുള്ള കുട്ടികളും പ്രായമില്ലാതെ ഇപ്പം നമ്മൾ 6 വയസ്സുള്ളവരെയാണ് 1-ാം ക്ലാസ്സിൽ ഇത് ബ്രേക്ക് ചെയ്യണം. അതായത് ഈ 20 പേര് 30 പേരെന്ന് പറയുന്നത് പല പ്രായത്തിലുള്ളവർ തന്നെയായിരിക്കണം. പല ജെൻഡറിലുള്ള അങ്ങനെയാണ് നമ്മളെ സമൂഹം പണ്ടേ ഒരു ഗോത്രം എന്ന് പറയുന്നത് പല പ്രായത്തിലുള്ളവരാണ്. അത് തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് മുകളിലുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇത് ഒരു 16-17 വയസ്സ് വരെയുള്ള ഈ കുട്ടികൾ മുഴുവനും കൂടെ ഒരു സ്ഥലത്തുണ്ടായിരുന്നുണ്ടെങ്കിൽ അവരിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ രൂപപ്പെടും. അവർ മൂത്തവരെ ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു പ്രായമായ അഡൽട്ട് നോക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. കാരണം അവർ കളിക്കാനും അതിന് പരീക്ഷ എഴുതാനും പഠിപ്പിക്കാനും ഒന്നുമല്ല നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഈ കുട്ടികൾ പലതരത്തിലുള്ള പ്രായത്തിലുള്ളവർ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് പഠിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണേണ്ടത് ഒരു കുഞ്ഞ് മറ്റുള്ളവരെക്കാൾ ഒരു വിഷയം കൂടുതൽ പഠിക്കുന്നുണ്ടാകും. ഇത് നമ്മൾക്കറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രായം അനുസരിച്ചിട്ടുള്ള ഇന്ന് നമ്മൾ ഈ ജോലിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യുക്തി കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പഴയ ക്ലാസ് റൂംസ് മുഴുവൻ ഉണ്ടാക്കിയത്. അല്ലാതെ ഈ കുട്ടിയെ കേന്ദ്രീകൃതമാക്കുന്നില്ലായിരുന്നു. ഈ കുട്ടിയെ കേന്ദ്രീകൃതമാക്കുമ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പല പ്രായത്തിലുള്ളവർ ഒന്നിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കരയുന്ന കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ കരച്ചിലില്ലാതാക്കാൻ അതിൻ്റെ മൂത്ത കുട്ടിക്ക് ഒരു പാടുമില്ലാതെ ചെയ്യാൻ പറ്റും. അതേസമയത്ത് വേറൊരാൾ നമ്മൾ പ്രായമുള്ള ഒരാളാണെങ്കിൽ അവരെ ആ വടി കൊണ്ടും അടിച്ചും പേടിപ്പിച്ചും വേണം കീഴടക്കിയിട്ടേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. മറ്റേതങ്ങനെ വരുത്തേയില്ല. അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ പല പ്രായത്തിലും പലതരത്തിലുള്ള കുഞ്ഞുങ്ങൾ അവരെല്ലാവരും കുഞ്ഞുങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുകയും വേണം. ഈ ഒരു 16-17 വയസ്സ് വരെ ഈ ക്ലാസ് റൂമിനകത്ത് ഇത്രയും ഒരു 30-40 പേരുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പേര് മതി അവിടെ. അല്ലാതെ ലോകത്തുള്ളവരെ മുഴുവനും കൂടെ കൊണ്ടുവന്ന് ഒരു ക്ലാസ് റൂമിൻ്റെ സ്കൂൾ റൂമിൽ ഇങ്ങനെ പല ക്ലാസ് റൂമിലിട്ട് നമ്മൾ ഈ ചെയ്യുന്ന പണിയൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. വീടിൻ്റെ തൊട്ടടുത്ത് നടന്നു പോകാവുന്ന ദൂരത്തിൽ ഒരു സ്ഥലം മതി, ചെയ്യാനുള്ളൊരു സ്ഥലം മതി. അതെ, ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുക തന്നെ വേണം. നമുക്ക് പഴയ ഈ തരത്തിലുള്ള സെൻട്രലൈസേഷനൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളില്ലാതിരുന്നതുകൊണ്ടും ദാരിദ്ര്യം ഉണ്ടായിരുന്നതുകൊണ്ടൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ആ നിലവാരത്തിലുള്ള ക്ലാസ് റൂംസ് ആവശ്യമില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ഇൻഫർമേഷൻസും ഇന്ന് നമ്മുടെ ചുറ്റിനും കാണിക്കാനും കേൾപ്പിക്കാനും നമുക്ക് പറ്റും. അവിടെ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്
ഈ ഇപ്പം ഇന്ന് നമ്മൾ VR എന്ന് പറയുന്ന വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്ത് തുറന്നാൽ ഉടനെ തന്നെ അതിനകത്ത് സജീവമായി അതിനകത്ത് ഓരോന്ന് എണ്ണിട്ട് നിന്ന് കാര്യം പറയുന്ന പോലെ പറയാൻ പറ്റുന്ന നിലവാരത്തിൽ കാര്യങ്ങളുണ്ടാക്കുക. ഇതുപോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ, അത് വലിയ സ്ക്രീൻ, നമ്മളീ പറയുന്ന മുറി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു വാർഡിനകത്ത് ഒരു ക്ലാസ് റൂം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് അത് ഒരു 30 തൊട്ട് 50 പേര് അതാത് സ്ഥലത്തിൻ്റെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. അവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അവരിലുള്ള സാധ്യതകളെ കണ്ടെത്താൻ അവരിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഇടുന്നത് മാത്രമാണ്. അല്ലാതെ അവരെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്ന് ആദ്യമേ അറിയേണ്ടതുണ്ട്. എന്നാലേ നമുക്കിത് അങ്ങനെ എൻവിസേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോകത്തുള്ള എല്ലാ തരത്തിലുമുള്ള ഇൻഫർമേഷൻസ് അവരുടെ മുന്നിൽ തുറന്ന് കാണിക്കുക എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഇൻപുട്ട് കൂട്ടുന്ന അതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ലോകത്തുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്നാണ് ശരിക്കും നമുക്കത് പറയേണ്ടത്. പരിചയപ്പെടുത്തുക. ലോകത്ത് ഇത്രയധികം വിഷയങ്ങളും ഇത്രയധികം ഇൻഫർമേഷൻ, ഇത്രയധികം കാര്യങ്ങളുണ്ടെന്ന് വെറുതെ അവരെ അനുഭവിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഒന്നും കൃത്യമായിട്ട് സിലബസ് വെച്ച് ഇന്നത് പഠിക്കുക അങ്ങനെ ചെയ്യരുത്. എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്നാണ് ശരിക്കും പറയുന്നത്. എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനമാണ് വേണ്ടത്. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനുകൾ വെക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് നമുക്ക് ആർട്ടിക്കിനെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആർട്ടിക്ക് അങ്ങ് കാണാനും തൊടാനും അവിടുത്തെ എന്താ പറയണ്ടേ, ഈ പോളാർ ബെയറിൻ്റെയൊക്കെ അതിനെയൊക്കെ ഇങ്ങനെ സ്പർശിക്കാൻ തോന്നുന്ന നിലവാരത്തിൽ അനുഭവിക്കാൻ പറ്റും VR ഉണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അപരിചിതമായ ഒരു സംഭവമല്ല ഇതൊന്നും തന്നെ. അപ്പോൾ ഇങ്ങനെ കടലിനടിയെ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഇങ്ങനെ വിഷ്വലായിട്ടും ഓഡിയോ രീതിയിലും പരമാവധി എക്സ്പോഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കൊടുത്തില്ല. നമ്മൾ ഈ ഭാഷ പഠിപ്പിക്കാൻ പോയി അബ്സ്ട്രാക്റ്റായിട്ട് അറിവിനെ അബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ ഇമാജിനേഷൻ കൊണ്ട് തുറക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് അക്ഷരത്തിലൂടെ ചെയ്തെടുത്തത്. ഇത് ആവശ്യം ഇന്നിനിയില്ല. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന പുസ്തകത്തിനെ പറ്റിയുള്ള നമ്മുടെ ചർച്ചയ്ക്കകത്ത് വരുന്ന കാര്യം തന്നെയാണ് വിദ്യാഭ്യാസത്തിന് വരുന്നത്. ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡായി ബ്രെയിൻ കോർഡിനേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് പഠിക്കണം. അത് അറിവിൻ്റെ മാധ്യമം അല്ലാതാക്കേണ്ടതുണ്ട്. അതാണ് ഞാനിത് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരം പഠിച്ച് വായിക്കാൻ പഠിക്കുക, എഴുതാൻ പഠിക്കുക എന്ന് പറയുന്നതല്ല മീഡിയം. മീഡിയം എന്ന് പറയുന്നത് ഓഡിയോ മാത്രമല്ല, നമുക്ക് ആകെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണും കാതും മാത്രമാണ്. നമ്മുടെ മൂക്കുണ്ടെന്ന് നമ്മൾ ഇതുവരെ അന്വേഷിക്കുന്നില്ല. ഈ മൂക്ക് വെച്ച് ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ നമ്മൾ അറിയണ്ടേ ലോകത്തിന്? ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിനകത്ത് ഇതുവരെ ഈ പൂവൊന്ന് മണത്ത് നോക്കുക, അല്ലെങ്കിൽ പല മണമുണ്ടെന്ന് പഠിപ്പിക്കുന്നേ ഇല്ല. ഇത് ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടാ. കാരണം ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് കൊണ്ടാണ് അതൊന്നും ആവശ്യമില്ലാതായിപ്പോയത്. എന്തെങ്കിലും രുചിച്ചറിയുന്നതിനെ പറ്റി ആരെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു സാധനവും ഇല്ല. തൊട്ടറിയുന്നത് പോലും ഇല്ല. ഇപ്പോൾ ഒരു ക്ലേ ഇട്ട് കുട്ടികളോട് ഞെവിടുന്ന അനുഭവം എന്ന് പറയുന്നത് വലുതാണ്. അപ്പം നമുക്ക് പല ഇന്ദ്രിയങ്ങളുണ്ടെന്നും ആ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണെന്ന് അറിയേണ്ടതുണ്ട്. അല്ല, നമ്മുടെ സുഹൃത്ത് ജിനൻ ഇങ്ങനെ പറയുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇലകൾ തൊടട്ടെ, കല്ലുകൾ തൊടട്ടെ. അപ്പോൾ ഈ മിനുസുള്ളത്, റഫായിട്ടുള്ളത് അയാൾ അപ്പം ടച്ചിനെ പറ്റിയാണ് അയാൾ പറയുന്നത്. അതെ, അതാ ഞാനീ പറയുന്നത്. അതിനകത്ത് ആയിരക്കണക്കിന് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് അറിയാനൊക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്പോസ് ചെയ്യപ്പെട്ടതുണ്ട്. നമ്മളിപ്പോൾ കണ്ണിന് മുമ്പിൽ ഒരു ടെലസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാതിന് നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് സോണാർ സാധനങ്ങളുണ്ട്. ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ പറ്റി ആരും ആലോചിക്കുന്ന പോലുമില്ല. പട്ടിക്ക് ഭയങ്കര മൂക്കാണെന്നൊക്കെ പറയും. നമ്മുടെ മൂക്കിന് എന്തായിരുന്നു കുഴപ്പം? നമ്മുടെ മൂക്ക് പരിശീലിപ്പിച്ചാൽ ഡെവലപ്പ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ 1000-ൽ ഒരാൾക്ക് നല്ലോണം മണക്കാൻ അറിയുന്ന ഒരുത്തൻ കാണും. അവനാണല്ലോ ഈ ടീ ടേസ്റ്റർ എന്നോ അല്ലെങ്കിൽ കോഫി ടേസ്റ്റർ എന്നൊക്കെ ആയിട്ട് മാറുന്ന, അല്ലെങ്കിൽ വൈൻ ടേസ്റ്റർ ആയിട്ട് മാറുന്ന ഈ മൂക്ക് നല്ലതായിരിക്കുന്ന ആളാണ്. പക്ഷേ അയാൾക്കൊരു പരിശീലനം ഒരിക്കലും കൊടുത്തിട്ടില്ല. അയാൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്.
അതേസമയത്ത് നമ്മളിത് പരിശീലിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എൻഹാൻസ് ചെയ്യേണ്ടത്. ഇന്ദ്രിയങ്ങൾ എൻഹാൻസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിദ്യാഭ്യാസമായിട്ട് മാറേണ്ടത്. അത് പരിപോഷിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി. അതാണ് എക്സ്പോഷർ എഡ്യൂക്കേഷൻ, അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സിലബസ് എന്ന് പറയുന്നത് അക്ഷരത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഇതിപ്പോൾ വല്ലവരും എഴുതിയ കവിതയും കഥയും പഠിക്കുക, എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി ഇമാജിൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ മാത്രമാണ് പറയുന്നത്. ഇതൊന്നുമില്ല, നമ്മുടെ ഇമാജിനേഷനകത്ത് നമുക്ക് ആരംഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇടനിലയ്ക്ക് ഒരു അക്ഷരം ആവശ്യമാണ്. നമ്മുടെ സ്വന്തം കവിതയും കഥയൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാകുന്നത്. നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഭാഷ പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഈ പുസ്തകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് പോലെ കേട്ടും കണ്ടും തൊട്ടും മണത്തും അറിയാൻ പറ്റുന്ന ഈ പ്രപഞ്ചത്തിന് എത്ര ഇന്ദ്രിയമുണ്ടോ അത്രത്തോളം അത് വാസ്റ്റായി അനുഭവിക്കാനായിട്ട് അതിൻ്റെ സൂക്ഷ്മതയും പരപ്പും ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം ചെയ്യുന്നതെന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമീപിക്കുന്ന സമയത്ത് ലോകത്തിൽ സിലബസ് ഉണ്ടാക്കേണ്ടത് ആർട്ടിസ്റ്റുകളാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാവരും കീഴടക്കി ഒരു അക്ഷരം പഠിപ്പിക്കാൻ പോയിട്ട് പഠിക്കാതിരുന്ന് പോയിട്ടുള്ള അവരാണ് ആർട്ടിസ്റ്റുകളായിട്ട് ഇപ്പോൾ ഉള്ളത്. അവരുടെ ആ കഴിവിനെ കർട്ടൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത കാരണം കൊണ്ട് അവർ അപ്പോൾ ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ട് ഇന്ന് നമ്മൾ പറയുന്ന സിനിമ എടുക്കുന്നവരെയും അല്ലെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്ററി എടുക്കുന്നവരെയും വിളിച്ചിട്ട് എങ്ങനെയാണ് ഇത് നിങ്ങൾ ഈ കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കുന്നത്. അങ്ങനെ ലോകത്തിലെ സകല ആർട്ടിസ്റ്റുകളെയും കൊണ്ട് എങ്ങനെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളിനകത്തൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷറായിട്ട് ലോകത്തിനെ തുറന്നു കാട്ടിയിട്ട് അതിനകത്ത് അവരിലിരിക്കുന്ന ജനിതകമായിട്ടുള്ള താല്പര്യങ്ങളെ ഉണർത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു 10-16 വർഷം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ 3-ാം ക്ലാസ്സിൽ 3 വയസ്സുള്ളപ്പോൾ ഒരു ഇത് വരുന്ന സമയത്ത് അവരെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് അവരെ കൂടി ഓടിക്കളിക്കാനും ചാടാനും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാത്രയ്ക്ക് പോകാനുള്ള ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളവിടെ ഉണ്ടായാൽ മതി. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം പല പ്രായത്തിലുള്ളവരും അവിടെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഈ കുട്ടി അപ്പോഴേ ഈ ഓരോ കുഞ്ഞിനെയും അവരുടെ മാനസികമായിട്ടും അവരിലുള്ള കഴിവുകളും എന്താണെന്ന് തിരിച്ചറിയാനുള്ള എബിലിറ്റിയുള്ള ആളുകളെ അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ആവശ്യം. ഇങ്ങനെയുള്ള ആളുകളെയാണ്, അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അധ്യാപകരെന്ന് പറഞ്ഞ് പണ്ട് പഠിപ്പിക്കുന്ന ഒരു യുക്തിയിലുള്ള ആളുകളല്ല വേണ്ടത്. ഇവരോടൊപ്പം അവർക്കറിയുന്നതും ഇവർക്കാർക്കും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനും തുറന്നു കാട്ടാനും ഈ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന കലപിലകൾ സ്വാഭാവികമായി കുഞ്ഞുങ്ങളിലിടയിൽ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞു തീർക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു കൗൺസിലറോ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ അറിവിൻ്റെ അതോറിറ്റി അവിടെ വേണ്ട. ഇവിടെ ഒരാളും അതോറിറ്റി ഇല്ല. ഇവരിത് ഈ ഓരോ മേഖലകൾ ലോകത്ത് ആകാശത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ കാണിച്ചാൽ മതി. ഇവർ പറഞ്ഞു കൊടുക്കാൻ ഇവർ പഠിച്ചിട്ട് പറയണ്ട. അതുകൊണ്ടാണ് അധ്യാപകർ എന്ന് നമ്മൾ പണ്ട് പഠിപ്പിച്ചിരുന്ന ആളുകളെ അങ്ങനെ തന്നെ ആവശ്യമില്ല. അവരിപ്പോൾ ഒരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത് ശരിക്കും. ഇന്നത്തെ അവസ്ഥയിലാണ് നമ്മൾ ഈ പറഞ്ഞ തട്ട് സമൂഹത്തിനകത്ത് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനവും പരിശീലനത്തിൻ്റെ യുക്തിക്കകത്താണ് ഈ പഴയ അധ്യാപകർ മുഴുവൻ നിൽക്കുന്നത്. അങ്ങനെ അല്ലത് വേണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് ഇപ്പം തുടരുന്നവർ തുടർന്ന് പോട്ടെ എന്ന് പറയുന്നത് മഴ വേണ്ട. ഡോക്ടർമാർ അല്ല എന്താണ് രാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് കൊടുക്കുന്നത് പോലെ കൊടുത്ത് അവരെ മാറ്റുക എന്നുള്ളത് വേറൊരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ചെയ്യുക, തുറന്ന് ഈ ലോകത്തിന് ഇത്രയധികം കടലിനെ പറ്റി പഠിപ്പിക്കാൻ, ആകാശത്തിനെ പറ്റി പഠിപ്പിക്കാൻ, ഭൂമിയെപ്പറ്റി പഠിപ്പിക്കാൻ, ഇതിനകത്ത് മനുഷ്യരുടെ ചരിത്രത്തിനെ പറ്റി പഠിക്കും, ജീവൻ്റെ ചരിത്രത്തിനെ പറ്റി, ഇത് മുഴുവൻ ഇങ്ങനെ ഇന്നാണെങ്കിൽ നമുക്ക് ഒരു പാടുമില്ലാതെ ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ആയി നിൽക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ഇന്ന് ഒരു കാണാതെ പഠിക്കേണ്ട ആവശ്യം എന്തുവാണ്? അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു സ്ഥലമാണ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരാൾ പറഞ്ഞത് വേറൊരാൾക്ക് അറിഞ്ഞുകൂടാതെ വേണം കാണാതെ പഠിച്ച് ഇപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്നതിനാണ് കാണാതെ പഠിക്കേണ്ട ആവശ്യം. ഇനി ഒരാളത് കാണാതെ പഠിക്കണ്ട, കണ്ടുപിടിച്ചാൽ മതി. നോക്കി മനസ്സിലാക്കിയാൽ മതി. അനുഭവിച്ച് പഠിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ എന്തിനാണ് കാണാതെ പഠിക്കുന്നത്? അതുകൊണ്ടാണ് ആ ലെവലിൽ ലോകം മാറിപ്പോയെന്നും അതിനനുസരിച്ചിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും പരമാവധി തുറന്ന് വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അവിടെയാണ് കേട്ട് തിരിച്ചറിയുക,
ഇപ്പോൾ ഹാർട്ട് ബീറ്റ് നമ്മൾ ആകെപ്പാടെ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നതാണ് ആകെ അത് ഡോക്ടറുടെ ജീവിതത്തിന്, അത് ചെവി, ബാക്കിയൊന്നുമില്ല. മറ്റേതങ്ങനെ ഒരു കിളി കരഞ്ഞാൽ അത് ഏത് കിളിയാണ്, ഒരു മൃഗം കരഞ്ഞാൽ അത് ഏത് മൃഗമാണ്, ഒരു ചീവീട് കരഞ്ഞാൽ ഏത് ചീവീടാണ്, കാറ്റടിച്ചാൽ അത് എത്ര, ഇത് നമ്മൾ ഭൂമിയുടെ അറ്റത്തോ പ്രപഞ്ചത്തിൻ്റെ അറ്റത്തുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത്, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യം ഞാൻ പറയുന്നത്. ലോകത്തിനെ അറിയാതാണ് നമ്മളിന്ന് ക്ലാസ് റൂമിനകത്ത് യഥാർത്ഥത്തിലെ തൊട്ട് മുമ്പത്തെ തലമുറ എന്താണോ ലോകത്തിനെ പറ്റി ആലോചിച്ചതെന്നുള്ളത് മാത്രമാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള ലോകത്തിനെ തൊടുന്നേ ഇല്ല എന്നുള്ളതാണ്. ക്ലാസ് റൂമിനകത്ത് നമ്മൾ കുടുങ്ങി പോവുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ലോകത്ത് ജീവിക്കാൻ അറിഞ്ഞൂടാ. മറ്റേതങ്ങനല്ല. നമ്മൾ ഈ ക്ലാസ് റൂം എന്ന് പറയുന്നത് വല്ലപ്പോഴും വന്നിരിക്കുന്ന, ഒന്നിച്ചു കൂടിയിട്ട് അന്ന് എന്താണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഈ തുറന്ന നാട്ടിനകത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് സംഭവിക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നാണ് എല്ലാവർക്കും ക്യാമറ കൊടുക്കാൻ പറ്റുന്ന കാലത്താണ്. എത്ര ചെടിയുണ്ട് ഈ നാട്ടിൽ, പടം എടുക്കാം, അതിനെ മുഴുവൻ കാറ്റഗറൈസ് ചെയ്യുക, അതിനെ മുഴുവൻ അറിയാൻ പറ്റും. ഇതിനൊന്നും ആരോടൊന്നും പറയേണ്ട കാര്യമില്ല. എത്ര ചീവീട് ഇവിടെ ഉണ്ട്, എത്ര വണ്ടുണ്ട്, എത്ര ഇനം മരമുണ്ട്, ഇത് മുഴുവനും പഠിക്കുക. വേറെ ഏത് നാട്ടിലൊക്കെ ഉണ്ട്. വേറെ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇറങ്ങി നമ്മളിപ്പോൾ 5 പേര് ഇവിടെ ഈ മുറിക്കകത്തിരിപ്പുണ്ട്. ഈ 5 പേരും കൂടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ റോഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ചെടിയുടെ പേര് ചോദിച്ചാൽ ഒരു നിപ്പുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഇത് ഞാൻ അനുഭവിച്ചത് എപ്പോഴാണെന്നറിയാം. ഞാൻ നമുക്ക് ഷേക്സ്പിയർ പഠിച്ച് കേസ് പഠിച്ച് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരു ജർമ്മൻകാരിയായിട്ട് എനിക്കൊരു കൂട്ടുണ്ടായി. ഞാൻ ഗുരുകുലത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പുറത്ത് നടക്കാൻ പോയപ്പോൾ അവളെന്നോട് ചോദിച്ച്, വാട്ട് ഈസ് ദാറ്റ് ബേർഡ്? അതറിഞ്ഞൂടാ. ഓ ബ്യൂട്ടിഫുൾ ഫ്ലവർ, വാട്ട് ഇസ് ഇറ്റ്സ് നെയിം? അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം അറിഞ്ഞു. അതുവരെ എൻ്റെ വിചാരം ഞാൻ ഷേക്സ്പിയർ പഠിച്ച ആളല്ലേ, ഫിലോസഫിയൊക്കെ ചോദിച്ചാൽ ഭയങ്കര പറച്ചിൽ. പക്ഷേ ചുറ്റുപാടുള്ള ഒരു പുല്ലിൻ്റെ പേരറിഞ്ഞൂടാ, ഒരു ചെടിയുടെ പേരറിഞ്ഞൂടാ, ഒരു വണ്ടിൻ്റെ പേരറിഞ്ഞൂടാ, ഒരു മരത്തിൻ്റെ പേരറിഞ്ഞൂടാ, ഒരു പുല്ലും അറിഞ്ഞുകൂടാത്ത ഈ വിവരമില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് ആ പെൺകുട്ടിയുടെ കൂടെ നടന്നപ്പോൾ ഞാനങ്ങ് പഠിച്ചു. അന്നാണ് ഞാനിത് ഇടയ്ക്ക് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന അപ്പോഴാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്തിനെ പറ്റിയല്ലേ നമ്മൾ അറിയേണ്ടത്. ഈ ലോകത്തിനെ പറ്റി. എന്നിട്ട് ബോട്ടണി എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുന്നത്. ഒറൈസ സെറ്റൈവ കുഴഞ്ഞ് അതെന്ത് സംഭവമാണെന്ന് ഒരു വിവരവും ഇല്ല. എടാ നമ്മുടെ നെല്ലാണെന്നുള്ളത് നെല്ലിൻ്റെ അടുത്ത് പോയി ഇത് പഠിക്കരുതോ? ഒരു പാടുമില്ലാതെ പഠിക്കുക. ഇന്ന് നമുക്ക് ഈ ക്യാമറ കൊണ്ട് നടന്ന് സകല പടവും സകല ചെടി ഇതിനെ മുഴുവൻ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനകത്ത് എത്ര ചെടി കണ്ടുപിടിച്ചു. ഞാനീ പറയുന്നത് എങ്ങനെയാണ് ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ ഓരോ ഇന്ദ്രിയത്തിനെ എങ്ങനെ പരിപോഷിക്കും, എത്ര എന്നെ മണ്ണിൻ്റെ മണം, ഇതൊക്കെ നമ്മൾ മഴ പെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർ ഒരു മണം വരുന്നുണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നാറ്റം ഉണ്ടെന്ന് മണം എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ ഇപ്പോഴും നമുക്ക് വാസന എന്ന് പറഞ്ഞാൽ വാക്കൊന്നും തന്നെ എല്ലാം കൺഫ്യൂസാണ്. ഇന്ന് ഇവിടെ നാട്ടിൽ തന്നെ ആൾക്കാർ പറഞ്ഞാൽ എന്തൊരു മണം എന്ന് പറഞ്ഞാൽ മൂക്കെ പിടിക്കാം. അപ്പം പൂവിനാണെങ്കിൽ അപ്പം നല്ല മണമെന്നും ചീത്ത, അപ്പം മണം എന്ന് പറയുന്ന വാക്ക്, വാസന എന്ന് പറയുന്ന വാക്ക്, ഇത് പലതരത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുകയുണ്ടല്ലോ. ഏതെങ്കിലും ഒന്നിലൊന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. നാറ്റം എന്ന് പറഞ്ഞ വാക്കുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റേത് മണമാണെന്നുണ്ടെങ്കിൽ, പിന്നെ രണ്ട് മണക്കുക എന്ന് പറയുന്നത് ഒരു സെൻസ് എന്നുള്ള നിലവാരത്തിൽ അതിനൊരു വാക്ക് നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് ലോകത്തിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് നമ്മളൊരു 10-16 വർഷത്തോളം ചെയ്യേണ്ടത്. ഈ ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്ത് ഇതിനകത്തെ ആൾക്കാർ ഏതിനകത്താണ് കൂടുതൽ തൽപരരായിട്ടിരിക്കുന്നതെന്ന് ആ എക്സ്പോഷർ കിട്ടുന്നത് വഴി ഏതിലാണ് അവർ കൂടുതൽ പഠിക്കാനും ഇഷ്ടം, അത് കേൾക്കാനും എടുക്കാനും ആണെന്നുണ്ടെങ്കിൽ അവർ ഓറിയൻറ്റേഷൻ അങ്ങോട്ടാണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇതിനകത്ത് നമ്മൾ അധ്യാപകർ എന്ന് വിളിക്കുന്നത്. അവർ ഈ കുട്ടിയിലുള്ള സാധ്യതകളെ പഠിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ പണി. അസസ് ചെയ്യണ്ട, അവരിൽ എന്താണോ ഉള്ളതെന്ന് തിരിച്ചറിയുന്ന പണിയാണ് അധ്യാപകരുടെ പണി. അങ്ങനെ തിരിച്ചറിയുന്നത് വഴി നമ്മൾ ഇന്ന് ഹയർ ലേണിംഗ് എന്ന് പറയുന്നത് ഞാൻ സവിശേഷമായ താല്പര്യമനുസരിച്ച് നമ്മൾ ഏതിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ പ്രോസസ്സിനകത്ത്.
ഇതിനകത്ത് ആണും ഉണ്ടാകരുത്, പെണ്ണും ഉണ്ടാകരുത്, ആണും പെണ്ണും രണ്ടായിട്ടിരിക്കേണ്ടത്, ഇതൊന്നും ഇല്ല. പ്രായവ്യത്യാസങ്ങളില്ലാതെ ആളുകൾ ഇതിനകത്തു നിന്ന് മാറി പുതിയ ആൾക്കാർ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നതാണ് ഒരു പ്രദേശത്ത് കുട്ടികൾക്ക് എന്നാൽ അവർക്ക് എപ്പോൾ വേണേലും ഓടി വീട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനും പറ്റുന്ന നിലവാരത്തിലുള്ള അകലം മതി. അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്ന ഈ പഴയ സിസ്റ്റം എന്ന് പറയുന്നത് മുഴുവൻ വല്ലവരെ ഉപയോഗിക്കാൻ വേണ്ടി തിങ്ക് ചെയ്യുന്ന യുക്തിക്കകത്താണത്. പക്ഷേ നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിനകത്ത് ഓരോ ആളും ഹയർ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്ന കൂടുതൽ സൂക്ഷ്മമായി വിഷയങ്ങളെപ്പറ്റി ആഴവും പരപ്പോടെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഒരാൾ എന്താണ് ആകുന്നത്, എന്ത് ചെയ്യാനായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. ഒരു 16, 17, 18 അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ അതിലേക്ക് കടന്നു പോകാൻ കഴിവുള്ളവരും ഇതിനകത്തുനിന്ന് ഉണ്ടായെന്ന് വരും. പ്രായം നിർണ്ണയിക്കേണ്ട ആവശ്യം സത്യത്തിൽ ഇന്നില്ല. പണ്ടിങ്ങനെ ചെയ്തിരുന്നത് ഒരു നീതിയില്ലാതാണ്. കാരണം ചില കുട്ടികളൊക്കെ 12ാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റി പാസ്സാകാനൊക്കുന്ന എത്രയും അറിവുള്ളവരായി മാറിപ്പോകും. അത് പലതരത്തിലെ എബിലിറ്റികൾ ഇവരിലുണ്ടെന്നുള്ളത് കൊണ്ടാണ്. ആ ആളുകളെ പ്രായം കൊണ്ട് നമ്മൾ നിർണ്ണയിച്ചിട്ട് അവർക്കത് പഠിക്കാൻ പറ്റാതാക്കി കളയുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. അവർ പരിപക്വമായി ആ ഏരിയയിൽ അവർ മിടുക്കരായി മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഡിവിഷൻ ജീവിതത്തിനകത്തെ അറിവിനകത്തെ ഡിവിഷൻ അവർ പലതരത്തിൽ ചെയ്യുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരാളിലുള്ള കഴിവ് മറ്റുള്ള ഒരു സമൂഹത്തിന് ആവശ്യമായിട്ട് മാറ്റുന്നവരായിട്ട് മാറ്റും. അപ്പം നമുക്ക് ഒരാളും പ്രൊഫഷണൽ അല്ല എന്ന് പറയുന്നൊരു സ്ഥലമില്ല. ഓരോ വിഷയത്തിലും പ്രൊഫഷണലായിട്ട് അവർ ഓരോരുത്തരും എക്സ്പെർട്ടുകളായി മാറിക്കൊണ്ടിരിക്കും. ആ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് പ്രൊഫഷണൽ കോളേജെന്നും പ്രൊഫഷണൽ അല്ലാത്ത കോളേജെന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഈ പഴയ കാലത്തെ അടിമ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട രൂപപ്പെട്ട ക്ലാസ് റൂംസാണ് നമുക്കുള്ളത്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ ട്രാൻസിഷൻ സമയത്ത് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ മാറുന്നത് വരെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നതൊക്കെയാണ് ഒരു സമൂഹത്തിനകത്ത് ആളുകൾ ആലോചിക്കേണ്ടത്. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എക്സ്പോഷർ അതിനകത്ത് വ്യക്തിഗതമായ താല്പര്യം ഏതിനകത്താണ് അവർ മികവുള്ളവരായി മാറുന്നതെന്ന് കണ്ടെത്തി അതിൽ അവർ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നതാണ് സ്പെഷ്യലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന വലിയ സെൻറ്റേഴ്സ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വീട് വിട്ട് പഠിക്കാൻ പോകേണ്ടതെന്ന് പറയുന്നത് ഒരു 17, 18 വയസ്സാകുന്ന സമയത്താണ് സംഭവിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അവർ വീട്ടിനകത്തേക്ക് തിരിച്ച് വരേണ്ട കാര്യം തന്നെ ഇല്ല. അവർക്ക് വലിയൊരു ലേണിംഗ് സെൻറ്റർ അവരുടെ എക്സ്പോഷർ എഡ്യൂക്കേഷന് ശേഷമുള്ള സ്പെഷ്യലൈസേഷന് വേണ്ടിയുള്ള സെൻറ്റേഴ്സ് നാട്ടിലുണ്ടാകുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോഴെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളത് തന്നെയായിരിക്കും എല്ലാവരും പഠിക്കുന്നത്. അത് കാരണം കൊണ്ട് മണ്ടരുണ്ടാകുമെന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ആർക്കെങ്കിലും വേണം, ഇവരെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളില്ല. കാര്യം ഏത് കാര്യത്തിനകത്താണ് ഒരാൾക്ക് മരത്തെ കയറാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മരം കയറുന്ന ആളും മരത്തിന് അല്ലെങ്കിൽ പാറയെ കയറുന്നതിന് താല്പര്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറ്റാൻ പറ്റുമെന്ന്. നമ്മൾ ഈ ജോലിക്കാരാകുക, തൊഴിലെടുക്കുക എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കുന്ന സാധനം ഇങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ ഈ മനുഷ്യരെന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് സമൂഹം നിൽക്കേണ്ടതെന്ന് നമ്മൾ കാണുന്നില്ല. ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഇതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഒരു സമൂഹത്തിലുള്ള എല്ലാവരും ആവശ്യമുള്ളവരാണ്. ആരെങ്കിലും ആവശ്യമില്ലാത്തവരിവിടെ ഇല്ല. ആർക്കെങ്കിലും ആവശ്യപ്പെടുന്ന ആർക്കെങ്കിലും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയല്ല. നമ്മളാണ് ഈ ലോകത്ത് ജീവിക്കാനുള്ള അറിവ് നേടുന്നതിന് അത് ഏറ്റവും മികവോടെ ചെയ്യുന്നത് എങ്ങനെയാണ്? താല്പര്യത്തോടെ ചെയ്യുമ്പോൾ മികവുള്ളവരേ ഉണ്ടാകുള്ളൂ. അവനവൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യുന്ന സമയത്ത് മികവുള്ളവരായിട്ടേ മാറുകയുള്ളൂ. ഓരോ കാര്യത്തിലും മികവുള്ളവരായിട്ട് ആൾക്കാർ മാറും. അവിടെ നമ്മൾ ഈ ആളിൻ്റെ ജീവിതം എന്ന് പറയുന്നതിന് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ അകത്ത് കൊടുക്കുന്ന ശമ്പളമല്ല. ഒരാൾക്ക് എല്ലാവർക്കും അലവൻസ് ഉണ്ടാക്കാനൊക്കെ അത്രയും ധനം ഉണ്ടായിരിക്കുന്ന ലോകത്താണ് ഇന്ന് നമ്മളുള്ളത്. അല്ലാതെ ഇന്ന് റിസോഴ്സസ് ഇല്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല. എല്ലാവർക്കും എന്നുവെച്ചാൽ ജീവിത നിലവാരം എല്ലാവർക്കും എന്നുവെച്ചാൽ പൊതുവായ സകലതും കിട്ടും. അവരവർക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും നന്നായി ചെയ്യാനും പറ്റും. ഇതോടെ ഈ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നിടത്ത് എത്തിയിട്ട് ആളുകൾ മടിയന്മാരും മല ചുമക്കുന്നവരും ആക്കി മാറ്റുക എന്ന് പറയുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകുന്നത്. പരീക്ഷ എഴുതി വല്ലവർക്കും വേണ്ടി ജോലി ചെയ്യാനായിട്ട് പരിശീലിപ്പിച്ചിട്ട് അതിന് കൊള്ളത്തില്ലെന്ന് കണ്ടിട്ട് അവനെ ആർക്കും വേണ്ടാതാക്കി കളയുന്ന പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇതൊരു
നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ആൾക്കാരിൽ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ അതിനകത്ത് ചെയ്യേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്നുള്ള നിലവാരത്തിൽ ഇപ്പോൾ നമ്മൾ കേരളം എടുക്കുകയാണെങ്കിൽ കേരളം എടുക്കുക, തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട് എടുക്കുക. കാരണം പലതരത്തിലുള്ള സാമൂഹികമായിട്ട് ഇപ്പോൾ ആരും നമ്മൾക്ക് ഇനിയും ഫ്രഷായിട്ട് അങ്ങനെ തുടങ്ങാനൊക്കാത്ത കാരണം കൊണ്ട് ഒരു ഭാഷ സംസാരിക്കുന്നവർ തന്നെയാണ് നിന്ന് യൂണിറ്റായിട്ട് നിൽക്കുന്നത്. അതിനകത്ത് ആണ് ഈ എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യാനൊക്കുന്നത്. അങ്ങനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനകത്ത് ചെയ്തെടുക്കാനൊക്കുന്ന ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ എക്സ്പോഷറാണ് നമ്മളിന്ന് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു എന്നാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ഏറ്റവും രസകരമായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അതിനകത്ത് സ്വാഭാവികമായി സ്പെഷ്യലൈസേഷൻ വരിക എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് എല്ലാവരും ശാസ്ത്രജ്ഞരാണെന്നറിയണം. അല്ല, ചില ശാസ്ത്രജ്ഞന്മാരും ലോകത്തെ ഏത് വണ്ടും ഏത് ചെടിയും എല്ലാം ശാസ്ത്രജ്ഞ, കാരണം അതിന് ചുറ്റുപാടിനെ അനുകൂലമായി ഇണക്കുന്ന അറിവുണ്ടായേ പറ്റൂ. അതുകൊണ്ട് ശാസ്ത്രജ്ഞരല്ലാത്ത ഒരാളും ഉണ്ടാകത്തില്ല. ലോകത്തിനെ പറ്റിയാണ് നിങ്ങൾ ഈ ഇന്ദ്രിയങ്ങളെ എക്സ്പോസ് ചെയ്താൽ പഠിപ്പിക്കുന്നതെങ്കിൽ ശാസ്ത്രജ്ഞരേ ലോകത്തുള്ളു. നിലനിൽക്കുന്ന ജീവികളൊക്കെ എല്ലാവരും ശാസ്ത്രജ്ഞരാണ്. കാരണം അവർ ചുറ്റുപാടിനെ അവർക്ക് അനുകൂലമായിട്ട് വല്ലവരുടെയും വീട് അടിമപ്പണി ചെയ്യാനായിട്ടുള്ള യുക്തികളല്ലത്. അപ്പോൾ ആ നിലവാരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ ഏറ്റവും സമ്പുഷ്ടമാക്കി മാറ്റുകയും തുറന്ന് കൂടുതൽ ഇൻപുട്ട് കൊടുത്ത് വികസിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കും. ഇവിടെ നമുക്ക് വിവേചനം എന്ന് പറയുന്നതല്ല, സ്പെഷ്യലൈസേഷനാണുള്ളത്. ഓരോ ആളിനും താല്പര്യമനുസരിച്ചിട്ട് അവർ ഏറ്റവും നന്നായി അപ്പോൾ അത് പഠിക്കണോ വേണ്ടായോ എന്നൊന്നും അവർ പറയേണ്ടി വരുത്തേയില്ല. അതുകൊണ്ടാണ് പരീക്ഷകൾ ആവശ്യമില്ലാത്തത്. സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് വേറൊരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല. നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും. ഇത് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ വണ്ടി ഓടിച്ച് കാണിച്ചാൽ പോരെ. അതിന് പകരം വണ്ടി ഓടിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കാണിച്ചാൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ പ്രധാനമന്ത്രിയാകാം, വേറെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ കൃത്യമായിട്ട് എന്തിനാണോ നമ്മളെ കൊള്ളാവുന്നവരാകുന്നത് ആ കാര്യങ്ങളാണ് നമ്മളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗൈസറൊക്കെ അല്ലേ ഇങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന അത്തരത്തിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും അത്ര രസകരമായി വികസിക്കുന്ന ഒരു ലോകത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിദ്യാഭ്യാസം മുൻനിർത്തി ഇതിലേക്കുള്ള യാത്ര എന്നുള്ള നിലവാരത്തിൽ എന്താണ് ഓരോ പ്രദേശത്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല, ഓരോ വ്യക്തികളെ പൂർണ്ണ വ്യക്തികളായിട്ട് പരിപോഷിപ്പിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഇൻപുട്ട് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് എക്സ്പോഷർ കൊടുത്ത് അവരെ അകത്തേക്ക് ഇടുന്ന ഇൻപുട്ടിനനുസരിച്ച് അത് ഏറ്റവും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ലോകത്ത് നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പഴയ കാലത്ത് ആർക്കോ വേണ്ടി ജോലി ചെയ്തിട്ട് ജോലി ചെയ്യാതിരിക്കുന്ന നമ്മളാരും ജോലിക്കാരാകേണ്ട ആവശ്യമില്ലാത്തവരാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന വന്ന് നമ്മുടെ ജോലി അടിച്ചുകൊണ്ട് പോകുന്നതാണ് ആൾക്കാരുടെ പേടി. നമ്മുടെ ജോലി തരുന്ന പണികൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലെഷർ ടൈം നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ലോകത്തിനെ എക്സ്പ്ലോർ ചെയ്ത് ഏറ്റവും രസകരമായി ജീവിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഞാൻ രാവിലെ എണീറ്റ് എന്ത് ജോലി ചെയ്യണമെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് മാറുന്നതാണ്. വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആവശ്യം. നമ്മളുടെ സാധ്യതകൾ പിന്നെയും 16 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂറായി, 8 മണിക്കൂറിൽ നിന്ന് 5 മണിക്കൂറും 2 മണിക്കൂറും മണിക്കൂറുകളിൽ. അത് കഴിഞ്ഞാൽ പരമാവധി സ്വാതന്ത്ര്യത്തോടെ ലോകത്തിനെ ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യർ ചെയ്യേണ്ടത്.